പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, ഒത്തിരി സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ ഗൾഫിലേക്ക് വിമാനം കയറിയത്. കുടുംബത്തിന് നല്ലൊരു ജീവിതം, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം, നാട്ടിൽ സ്വന്തമായിട്ടൊരു വീട്. എന്നാൽ വർഷങ്ങൾ കടന്നു പോകുമ്പോൾ ഈ ഓട്ടത്തിനിടയിൽ നമ്മൾ നമ്മളെ തന്നെ മറന്നു പോകാറുണ്ടോ? ഇന്ന് ഈ ജോലി നിർത്തിയാൽ നാളെ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം നിങ്ങളെ അലട്ടുന്നുണ്ടോ? എങ്കിൽ ഇനി വരുന്ന 30 ദിവസം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രവാസികളുടെ ഏറ്റവും വലിയ സ്വപ്നമായ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. ഇത് നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു യാത്രയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? എല്ലാ മാസവും 1-ാം തീയതി സാലറി വരുന്നു, നാട്ടിലേക്ക് വലിയൊരു പങ്ക് അയക്കുന്നു, ലോണിന്റെ EMI, ക്രെഡിറ്റ് കാർഡ് ബില്ല്, മക്കളുടെ ഫീസ്, വീട്ടിലെ ചെലവുകൾ എല്ലാം കഴിയുമ്പോൾ കയ്യിൽ മിച്ചമൊന്നും കാണില്ല, അല്ലേ? ഇതിനിടയിൽ വലിയൊരു അസുഖം വന്നാലോ അല്ലെങ്കിൽ പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടാലോ നമ്മുടെ പ്ലാനുകൾ മുഴുവൻ താളം തെറ്റും. പലരും എന്നോട് പറയാറുണ്ട്, ഗൾഫിൽ വന്നിട്ട് ഒത്തിരി നാളായി, നാട്ടിൽ പോകണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ നാട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്യാനാണ്? കയ്യിൽ ഒന്നുമില്ലാത്തവന്റെ ഒരു അവസ്ഥ എന്താണെന്ന് എനിക്കറിയാം. ഈ ഭയമാണ് പല പ്രവാസികളെയും പ്രായമായാലും ആരോഗ്യം ക്ഷയിച്ചാലും ഇവിടെ തന്നെ പിടിച്ചു നിർത്തുന്നത്. അപ്പോ എന്താണ് ഈ സാമ്പത്തിക സ്വാതന്ത്ര്യം അഥവാ ഫിനാൻഷ്യൽ ഫ്രീഡം? പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പോലെ ഇത് ഒരു കോടീശ്വരനാകുകയോ ആഡംബര കാറുകൾ വാങ്ങുകയോ അല്ല. വളരെ ലളിതമായി പറഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ പണം ഒരു തടസ്സമല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയെയാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് 3ആയി തരംതിരിക്കാം. ഒന്ന്, സാമ്പത്തിക സുരക്ഷിതത്വം അഥവാ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. ഇതാണ് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ ആദ്യത്തെ പടി. അപ്രതീക്ഷിതമായി ജോലി നഷ്ടപ്പെടുകയോ ഒരു മെഡിക്കൽ എമർജൻസി വരികയോ ചെയ്താൽ മറ്റൊരാളോട് കടം വാങ്ങാതെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇതിനായി കുറഞ്ഞത് 6 മാസത്തെ നിങ്ങളുടെ ജീവിത ചിലവുകൾക്ക് തുല്യമായ ഒരു തുക ഒരു എമർജൻസി ഫണ്ടായി കയ്യിലുണ്ടായിരിക്കണമെന്നാണ്. ഇതാണ് നമ്മുടെ സാമ്പത്തിക ലക്ഷ്യത്തിന്റെ ആദ്യത്തെ പടി. 2, സ്വാശ്രയത്വം അഥവാ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. നിങ്ങൾ ഉറങ്ങുമ്പോഴും പണം നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനമാകാം. ഉദാഹരണത്തിന് വീടിന്റെ വാടക, സ്റ്റോക്കുകളിൽ നിന്നുള്ള ഡിവിഡൻസ്, മ്യൂച്വൽ ഫണ്ടിൽ നിന്നുള്ള. അപ്പം അങ്ങനെ എല്ലാ മാസത്തേക്കുമുള്ള നിങ്ങളുടെ ചിലവിനുള്ള തുക ഇത്തരത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ജോലി ഉപേക്ഷിക്കാം. കാരണം നിങ്ങൾക്ക് ജീവിക്കാനുള്ള പണം നിങ്ങളുടെ നിക്ഷേപങ്ങൾ തരുന്നുണ്ട്. 3-മതായിട്ടാണ് സാമ്പത്തിക സമൃദ്ധി അഥവാ ഫിനാൻഷ്യൽ അബണ്ടൻസ് എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിൽ നിങ്ങളുടെ നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനം നിങ്ങളുടെ ചിലവുകളെക്കാൾ വളരെ കൂടുതലായി. ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തും വാങ്ങാനും നിങ്ങൾക്ക് എവിടേക്ക് വേണമെങ്കിലും സഞ്ചരിക്കാനും സാധിക്കും. നമ്മുടെ ഈ 30 ദിവസത്തെ യാത്രയുടെ ലക്ഷ്യം നിങ്ങളെ ഈ ആദ്യത്തെ 2 ഘട്ടങ്ങളിൽ എത്തിക്കാൻ സഹായിക്കുക എന്നുള്ളതാണ്. ഇതിന് വലിയ ശമ്പളത്തിന്റെ ആവശ്യമൊന്നുമില്ല. വേണ്ടത് ശരിയായിട്ടുള്ള അറിവും ചിട്ടയായിട്ടുള്ള ആസൂത്രണവും അചഞ്ചലമായിട്ടുള്ള അച്ചടക്കവുമാണ്. ചുരുക്കത്തിൽ, സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നത് പണത്തെക്കുറിച്ച് പേടിയില്ലാതെ ജീവിക്കാനുള്ള നമ്മുടെ അവകാശമാണ്. അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക സ്വാതന്ത്ര്യം എന്താണ്? നിങ്ങൾ എന്തുകൊണ്ടാണ് അത് നേടിയെടുക്കേണ്ടത്? നിങ്ങളുടെ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യാമോ? നാളെ നമുക്ക് എന്തിനാണ് നിങ്ങൾ പണം സമ്പാദിക്കുന്നത്, നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം എങ്ങനെ കണ്ടെത്താമെന്നതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം.